കർണാടകയിൽ 500 കോടി രൂപയുടെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒളിവ് ജീവിതം ഭംഗിയായി ആസ്വദിക്കാൻ വന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പരസ്യമായി അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ നോക്കിയപ്പോൾ അനുകൂലമായ വളക്കൂറുള്ള സംസ്ഥാനമാണ്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഒരു ബുദ്ധിമുട്ട്? ഇവിടെ പരമസുഖം. തട്ടിപ്പും വെട്ടിപ്പും നടത്തി ശീലമുള്ള ആളാണല്ലോ എന്ന അഭിപ്രായമാണ് കോൺഗ്രസ് നേതൃത്വം വളരെ വ്യക്തമായി പറയുന്നത്. അമ്മായിയപ്പൻ്റെ BPL കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അതിശക്തമായി ഇലക്ഷൻ സമയത്ത് വന്നതാണ്. ഏതായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. അദ്ദേഹം മാധ്യമപ്രവർത്തകരെ വിളിച്ചു ചേർത്ത പ്രസ് മീറ്റിൽ റിപ്പോർട്ടർ ചാനലിലെ റോഷിപാൽ അടക്കമുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിക്കുന്നില്ല. പകരം സുരേഷ് അവിടെ ഗുണ്ടായിസം കാണിക്കുന്ന രീതിയിൽ മിണ്ടാതിരുന്നോ, റിപ്പോർട്ടർ ഒഴിച്ച് ബാക്കി എല്ലാ ചാനലുകൾക്കും ചോദിക്കാം, റിപ്പോർട്ടറിന് ചോദിക്കാൻ അവകാശമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത്. അതിനുശേഷം പിന്നെ കണ്ടത് എല്ലാ മാധ്യമങ്ങളും, ജനം TV ഒഴികെ ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങളും കൃത്യമായി രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട വിഷയം ശക്തമായി തന്നെ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതാണ്. ഇത് വല്ലാതെ നെഞ്ചിടിപ്പുണ്ടാക്കിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാര്യ റിപ്പോർട്ടർ കോൺഗ്രസ് വിരോധം കാണിച്ചുകൊണ്ട് പല നെറികേടുകളും കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ ട്രിഗർ ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ പല കള്ളക്കളികളും പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരാൻ പല മാധ്യമപ്രവർത്തകരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തെയും BJP സംസ്ഥാന നേതൃത്വത്തെയും വല്ലാതെ അലട്ടുന്ന ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഇതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഏതൊക്കെ രീതിയിൽ മുന്നേറണം എന്നുള്ള സാധ്യതകളെ പറ്റി BJP കുത്തിയിരുന്ന് പഠിക്കുന്നത്. ഇവിടെ ഒരു കാര്യം മാത്രം വ്യക്തമാണ്. രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അവിടെ അനധികൃത ഭൂമി സർക്കാരിന് തിരിച്ചു പിടിക്കാം എന്ന കർണാടക സർക്കാരിൻ്റെ ഉത്തരവിനെ മറികടക്കാൻ വലിയ രീതിയിലുള്ള അഴിമതി കാണിച്ചു. BJP സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് കർണാടകയിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തിയത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന അവസരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ വലിയ തോതിലുള്ള കോടികളുടെ തട്ടിപ്പ് നടത്തി എന്ന ആരോപണം അതിശക്തമായി നിലനിൽക്കുമ്പോഴും അദ്ദേഹം കേരളത്തിൽ വന്ന് രാഷ്ട്രീയം കളിക്കുന്നത് ഇതെല്ലാം ആളുകൾ മറന്നുപോകും, ഇതെല്ലാം ഒരു രീതിയിലും പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ചായിരിക്കും, അതിനായിരിക്കും സുഖകരമായി ഈ ഒളിവ് ജീവിതത്തിൽ രാഷ്ട്രീയം കളിച്ച് നടക്കുന്നത് എന്ന ആരോപണമാണ് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം പറയുന്നത്.